രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തണം. ഇതൊക്കെ നമ്മുടെ വിധിയാണെന്നേ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം നമുക്ക്. നിനക്ക് എന്നോട് ദേഷ്യണ്ടാ? രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലർക്കേറെ തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? നാട്ടുകാർ മുഴുവൻ കടം കൊണ്ടുപോയി, കട പൂട്ടുകയും ചെയ്തു. അതെന്റെ തെറ്റാ. ഈ കട പൂട്ടിയപ്പോ നാട്ടുകാരെന്താ പറഞ്ഞെന്നറിയോ? നിനക്ക് കട നടത്താൻ അറിയില്ലാന്ന്. പിന്നെയും കടം വാങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെ തുടങ്ങിയത് അതേപോലെ പൂട്ടിയത് എന്റെ തെറ്റാ. നിനക്ക് അങ്ങനെ തോന്നണ്ട? അറിയാവുന്നവരുടെ കയ്യിൽ നിന്ന് എല്ലാം കടം വാങ്ങിച്ചു, സ്വർണവും വാങ്ങിച്ചു. എന്നിട്ട് എന്തായി? ഇനി ഞാൻ നോക്കിയിട്ട് ജീവിക്കാൻ ഒരു വഴിയില്ല. കടം കടം കടം. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നിനക്ക് പേടിയുണ്ടാ? എനിക്കെന്തിനാ വിഷമം? എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ചല്ലേ തീരുമാനം എടുക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനേ അച്ഛനൊന്ന് വിളിക്കട്ടെ. അവസാനമായിട്ട് അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാനാ. ഹലോ, എവിടെ അച്ഛനുള്ളത്? മോനെ, അച്ഛൻ ലോട്ടറി എടുക്കാൻ പോകണ്ടാ. അച്ഛാ, എന്താ നിന്റെ ശബ്ദത്തിനൊരു വല്ലായ? കരയണുണ്ടാ? നീ വിഷമിക്കണ്ടാ. ഈ ലോകം കാണാത്ത ഒരാളാണ് ഞാൻ. കേട്ടറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. എടാ, നിന്നെ നിന്റെ പെങ്ങളെയും ഈ ലോട്ടറി വിറ്റിട്ടാണ് നോക്കിയത്. കണ്ണ് കാണാത്ത എനിക്ക് ജീവിക്കാന്നുണ്ടെങ്കിൽ കണ്ണ് കാണണം നിനക്ക് ജീവിച്ചു വിടറാ. എന്നാ ശരി, അച്ഛൻ രാത്രി വരാട്ടാ. അമ്മേ, ഇത് ഞാനാ അമ്മേ. ആ മോളെ, മോളൊന്നും ഓർത്തിട്ട് വിഷമിക്കണ്ട. കടത്തിനെ പറ്റി ചിന്തിക്കേ വേണ്ട. നമ്മള് കടം മേടിച്ചില്ലേ, അവർക്കുണ്ട് കടം. അതുകൊണ്ട് മോളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കുറച്ചു നാള് കഴിയുമ്പോഴേ കടം വീട്ടാനൊക്കെ ഒരു വഴി വരും. നമ്മുടെ വഴികളെ കടഞ്ഞു എന്നുള്ളതേ നമ്മുടെ വെറും തോന്നലാണ്. അതുകൊണ്ട് മോള് ഒരു വിഷമവും വിചാരിക്കണ്ടാട്ടാ. ഇവിടെ ആരില്ലേ? അതാരാ നോക്ക്. അതെ, നാരങ്ങച്ചാറും മാങ്ങച്ചാറും എല്ലാം ഉണ്ട്, വേണോ? അച്ചാറ് കഴിക്കാൻ പറ്റിയ സമയം ഇവിടെ ഒന്നും വേണ്ട. അതെ, നല്ല അച്ചാറാണ്. ഞങ്ങൾ 3-4 പേരുണ്ടേ. ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോയേക്കാണ്. ഒരച്ചാറെടുത്ത് ഒന്ന് സഹായിക്കുമോളെ. നല്ല അച്ചാറാണ്. വേണ്ട ചേച്ചി, ഇവിടെ അച്ചാറൊന്നും വേണ്ട. ചേച്ചി പൊക്കോ. ഒരു ഗ്ലാസ് വെള്ളം തരൂ. പിന്നെ ഞാൻ ഇവിടെ കറിഞ്ഞിരുന്നോട്ടെ? കേറിയിരുന്നു, ഞാൻ വെള്ളം കൊണ്ടുവരാം ഇപ്പൊ. അപ്പൊ ശരി, ചേച്ചി പോവല്ലേ? ഇല്ല മോളെ, ഇത്ര ദൂരം നടന്നു വന്നിട്ട് തീരെ വയ്യ. കുറച്ചു നേരം ഇരിക്കട്ടെ, എന്നിട്ട് പോവാം. ഇത് മുഴുവൻ വെക്കണ്ടേ ചേച്ചി? ഇങ്ങനെ ഇരുന്നാ ശരിയാവോ? 3 സഞ്ചി ഉണ്ടായിരുന്നു, 2 സഞ്ചിയിൽ മുഴുവൻ കഴിഞ്ഞു. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ചേച്ചി എവിടുന്നാ വരുന്നേ? കുറച്ചു ദൂരെന്നാ. ചൂരൽമല എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ആയുസ് മുഴുവൻ ഉണ്ടാക്കിയതൊക്കെ മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയി. ഞാനും എൻ്റെ അച്ഛനൊഴികെ മറ്റുള്ളവരെല്ലാവരും ആ പാച്ചിലിൽ പോയി. ഞങ്ങളങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ജീവിതം ഞങ്ങൾ തിരിച്ചു പിടിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടോ, അച്ചാർ വിറ്റായാലും ഞങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കും. അപ്പോ തോൽക്കാൻ പാടില്ല. എന്നാ ഒരു അച്ചാർ വിത്താലോ? അപ്പൊ ശരി ചേച്ചി, നല്ല കണ്ണിമാങ്ങ അച്ചാർ തന്നെ ആയിക്കോട്ടെ. അവരയച്ചത് ആരാവും? ദൈവം. നമുക്ക് ഉണ്ണിയപ്പം അച്ചപ്പുണ്ടാക്കാനുള്ള സാധനങ്ങൾ നീ തയ്യാറാക്ക്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കി നോക്കാം. എന്നിട്ട് മതിയെന്നേ. അതെന്നെ.